ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി വി എന്റർടൈൻമെന്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇന്ന് എൻ്റെ പുറകിൽ ഒരു മേള നടക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ഒരു മേളയൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മേളയാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മാരുതിയുടേതാണിത്. ഇതിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്ത് ആശ്രാമം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുവിധപ്പെട്ട ഫംഗ്ഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു കൊല്ലത്ത് ഈ ഒരു ആശ്രാമം മൈതാനത്ത് വെച്ചാണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ചുറ്റും നോക്കിയോളൂ, ഒരുപാട് ഫംഗ്ഷൻസും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ഒരുപാട് ഫെസ്റ്റുകളും എല്ലാം നടക്കുന്നൊരു സ്ഥലമാണ് നമ്മുടെ ഒരു ആശ്രാമം മൈതാനം. കൊല്ലത്തുള്ളവർക്ക് അറിയാവുന്നൊരു സ്ഥലമാണ്, പക്ഷേ കൊല്ലത്ത് നിന്ന് വെളിയിലുള്ളവർക്കും അറിയാൻ ചിലപ്പോൾ സാധ്യതയില്ല. അപ്പോൾ ഇവിടെ ഇത്രയും വലിയൊരു ഗ്രൗണ്ടാണ്, അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. അതുകൊണ്ട് കൂടി തന്നെ ആയിരിക്കാം ഇത്രയും വലിയൊരു രീതിയിൽ അവരൊരു മേള ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പലരും അവിടെയൊക്കെ ചെറിയ ചെറിയ മേളകളൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ മാരുതിയുടേത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓണമാണ്. ഓണത്തിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാവരും ഓഫർ നോക്കി വാഹനം വാങ്ങാൻ നിൽക്കുന്ന ഒരു സമയമാണ് ഓണം എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഓണത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ ഓഫറും കാര്യങ്ങളും മാരുതി ഇട്ടിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഓണത്തിന് വാഹനം എടുക്കുന്ന കസ്റ്റമേഴ്സിന് കൺഫേം ആയിട്ടും കിട്ടാൻ സാധ്യത ഒരു ഗിഫ്റ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഏതൊരു വണ്ടി എടുത്താലും ആൾട്ടോ ആയാലും എന്തായാലും അതെ ഇവിടത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും സ്ക്രാച്ച് ആൻഡ് വിൻ എന്നുള്ളത്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കൺഫേം ആണ്. ഇതിന് ട്രോളി ബാഗ്, എയർപോർട്ട് അല്ലെങ്കിൽ ടാബ്ലറ്റ്, ഇങ്ങനെയുള്ള ഒരു സാധനം ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കൺഫേം ആണ്. ഏത് വണ്ടി എടുത്താലും നിങ്ങൾക്ക് ആ ഒരു ഗിഫ്റ്റ് കൺഫേം ആയിരിക്കും. അല്ലാതെ നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് മാത്രമല്ല, രണ്ടുപേർക്ക്, അങ്ങനെയല്ല, എല്ലാവർക്കും അതിനകത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ടാബ്ലറ്റ് ഭാഗ്യമായിട്ട് അത് കിട്ടും, ട്രോളി ബാഗ് ഭാഗ്യമായിട്ട് അത് കിട്ടും, അങ്ങനെ ആയിരിക്കും. അപ്പം അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്ന സമയത്ത് കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓഫറും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നമുക്ക് ബ്രസയ്ക്ക് അങ്ങനെ ഓഫറും നൽകാത്തതായിരുന്നു. ബ്രസ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഓഫറും നൽകാത്തത് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം നമുക്ക് ബ്രസയിലേക്ക് തന്നെ അങ്ങ് പോവാം. അപ്പം ബ്രസയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, അപ്പോൾ ഒത്തിരി നാളായി ബ്രസ, എനിക്ക് നമ്മൾ വീഡിയോ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 4 വർഷമായിട്ടുണ്ട്. ബ്രസയ്ക്ക് അങ്ങനെ വലിയ ഓഫറും കാര്യങ്ങളൊന്നും ഇതുവരെ മാറിയിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ എനിക്ക് 5000 രൂപയൊക്കെ എപ്പോഴോ ഒരു ക്യാഷ് ഓഫർ ഇട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഓഫറും കാര്യങ്ങളൊന്നും തന്നെ അവർ ഇതുവരെ അവർ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ബ്രസയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ LXI വാങ്ങുന്നവർക്കും ഓഫർ വരുന്നുണ്ട്, VXI വാങ്ങുന്നവർക്കും ഓഫറുണ്ട്, അതിൽ ZXI ഏത് വേരിയൻ്റ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിനകത്ത് ഓഫറും കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ബ്രസയുടെ കാര്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ, ഇതിനൊരു LXI എടുക്കുന്ന കസ്റ്റമർ ആണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഏകദേശം ഒരു 42,000 രൂപ വില വരുന്ന അക്സസറീസ് നിങ്ങൾക്ക് ഓഫറായിട്ട് കിട്ടും. അതായത് 42,000 രൂപ വില വരുന്ന അക്സസറീസിന് നിങ്ങളൊരു 8,000 രൂപ അടച്ചു കഴിഞ്ഞാൽ മതിയാകും. അതായത് 34,000 രൂപ അവിടെ ഓഫർ വരുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. അതായത് ക്യാമറ വരുന്നുണ്ട്, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, സ്പീക്കേഴ്സ് വരുന്നുണ്ട്, ഫോഗ് ലാമ്പ് കിറ്റ് വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് വരുന്ന നമ്പർ ബോർഡ് ഗാർണിഷ് വരുന്നുണ്ട്. അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 42,000 രൂപ ആ ഒരു കിറ്റ് എല്ലാം കൂടെ, അതായത് സ്റ്റീരിയോ ഇതെല്ലാം വെക്കണമെങ്കിൽ തന്നെ അറിയാം എത്ര രൂപ വില ആവും എന്നുള്ളത് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ LXI എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഒരു ഫുൾ ഓപ്ഷൻ വാഹനം എന്ന രീതിയിൽ തന്നെ, അതല്ല എന്നുണ്ടെങ്കിൽ പുറത്ത് കൊണ്ട് ഒന്നും ചെയ്യേണ്ടാത്ത രീതിയിൽ തന്നെ മാരുതിന്ന് എടുത്തുകൊണ്ട് പോകാൻ വെറും 8,000 രൂപ അടച്ചാൽ മതി. ഇനി ഇതിൻ്റെ VXIയിലേക്ക് പോകുന്ന കസ്റ്റമർ ആണെങ്കിലും നമുക്ക് ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബോഡി സൈഡ് മൗണ്ടിങ് വരുന്നുണ്ട്, വീൽ ആർച്ച് കിറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അക്സസറീസ് ഉണ്ട്. അതിനകത്ത് തന്നെ ഏകദേശം ഒരു 27,000 രൂപ വില വരുന്ന അക്സസറീസ് അതിനകത്ത് ഒരു പാക്കായിട്ട് വരുന്നത്. അത് കൂടാതെ എക്സ്ട്രാ വീണ്ടും ഒരു 4,000 രൂപയുടെ അക്സസറീസ് കൂടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വേറൊരു കാര്യം ഇവിടെ പറഞ്ഞു ഇപ്പോൾ നമ്മൾ VXIയുടെ കാര്യം പറഞ്ഞു, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അടുത്ത വേരിയൻ്റുകളുടെ ഓഫർ എന്താണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇവിടത്തേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഷോറൂമിൻ്റെ ഫെസിലിറ്റി തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ചെയ്യുന്നുണ്ട് അക്സസറീസ് സോൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട് ഫിനാൻസിൻ്റെ സോൺ വരുന്നുണ്ട്. അപ്പോൾ ഫിനാൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് അപ്രൂവലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആകാശ് എന്നാണ് പേര്. ആകാശിൻ്റെ പേര് മസ്റ്റായിട്ടൊന്ന് പറയണം. വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് അവൻ ഒരു 1000 രൂപയുടെ ഫ്യൂൽ കൂപ്പൺ നിങ്ങൾക്ക് അവൻ തരുന്നതായിരിക്കും ഡെലിവറി സമയത്ത്. അപ്പോൾ പ്രത്യേകം ഇവിടെ വരുന്ന സമയത്ത് ആകാശിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് വരുന്നതെന്ന് പറയണം. ആകാശിനെ നമ്പർ കിട്ടിയിട്ടുണ്ട്, അല്ല അങ്ങനെ പറയുക, അത്രേ ഉള്ളൂ. പറഞ്ഞ് കുഴയുന്നു, പറഞ്ഞിട്ട് വരിക. ആകാശിൻ്റെ പേര് പറഞ്ഞാൽ മതിയാവും. താഴെ ആകാശിൻ്റെ നമ്പറുണ്ട്, ആകാശിനെ വിളിച്ചിട്ട് വരാൻ നോക്കുക. ഒരു 1000 രൂപയുടെ ഫ്യൂൽ കൂപ്പൺ കൂടി നിങ്ങൾക്ക് ഡെലിവറി സമയത്ത് ആകാശ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അത് നമ്മുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അത് പറയാൻ മറക്കണ്ട. ഇനി നമുക്ക് അടുത്തതിലേക്ക് തന്നെ പോകാം. അപ്പോൾ ഇനി ബ്രസയുടെ ഓഫറിലേക്ക് തന്നെ കിടക്കാം. ബ്രസയിലേക്ക് വരുന്ന സമയത്ത് ZXI പ്ലസ് വേരിയന്റുകൾക്ക് 20,000 രൂപ ക്യാഷ് ഓഫർ അവർ ഇട്ടിട്ടുണ്ട്. 15,000 എക്സ്ചേഞ്ചും കോപ്പറേറ്റ് 3 അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു LXI വേരിയൻറ്റിന് 992 പ്രൈസ്, VXIക്ക് 1151, ZXI 1354, ZXI പ്ലസ് 1526 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു. ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിലോ 1348 VXI, ZXI 1522, ZXI പ്ലസ് 1694 ഓൺ റോഡ് പ്രൈസ് വരുന്നു.
നമുക്കൊരു ബേസ് മോഡലൊക്കെ എടുക്കണമെങ്കിൽ 80,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതിയാവും. EMI വരുന്ന സമയത്ത് 5 വർഷത്തേക്ക് 20,000, 7 വർഷത്തേക്ക് 15,000 റേഞ്ചിലുമായിരിക്കും നമുക്ക് EMI വരുന്നത്. അപ്പോൾ നമുക്കിനി അടുത്തതിലേക്ക് വരാം. അടുത്ത നമുക്ക് വീണ്ടും നമുക്ക് തുടക്കം മുതൽ തന്നെ വരാം. അടുത്ത വാഹനം നമുക്ക് ആൾട്ടോയാണ്. അപ്പോൾ ആകാശാണ് വീഡിയോ എടുത്തിട്ട് വെയിൽ കൊള്ളുന്നത്. അപ്പോൾ ആകാശം ഇങ്ങോട്ടേക്ക് നമുക്ക് ഇങ്ങനെ ഇന്നങ്ങ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിടപ്പുണ്ട്. ഞങ്ങൾ വണ്ടിയുടെ പുറകിൽ നിന്നും ചെയ്യുന്നതെന്ന് വിചാരിക്കില്ല, നല്ല വെയിലുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ആൾട്ടോ താണ്ട് ഇവിടെ കിടപ്പുണ്ട്. ആൾട്ടോയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം മാരുതിയുടെ ഒരു എൻട്രി ലെവൽ വാഹനമാണ് ഈ കിടക്കുന്ന ആൾട്ടോ. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് LXI ആണെങ്കിൽ 5,62,200 ഈ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ്. VXI ആണെങ്കിലോ 6,03,000 ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു. VXI പ്ലസ് ആണെങ്കിൽ 6,37 ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു. ഇനി VXI ഓട്ടോമാറ്റിക് ആണെങ്കിൽ 6,56, VXI പ്ലസ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ 6,90 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓഫറിലേക്ക് വരുന്ന സമയത്ത് മാനുവലിന് 40,000 രൂപ ക്യാഷ് ഓഫർ ഇട്ടിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ 45,000, അതാണ് വ്യത്യാസം. മാനുവലിന് 40ഉം ഓട്ടോമാറ്റിക്കിന് 45,000 ക്യാഷ് ഓഫർ ഇട്ടേക്കുന്നത്. എക്സ്ചേഞ്ച് ബോണസ് സെയിം തന്നെ 20,000, കോപ്പറേറ്റും സെയിം തന്നെ 3,000. അതൊരു വ്യത്യാസം എന്ന് വെച്ചാൽ എത്ര? മാനുവലിൽ അവർ 40,000 കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കിന് 45,000 രൂപ അവർ ക്യാഷ് ഓഫറായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആകാശിനെ കോൺടാക്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ 1,000 രൂപ ഫ്യൂൽ കൂപ്പൺ ആകാശം ചെയ്തു തരുന്നതായിരിക്കും. അത് കൂടാതെ തന്നെ ഞാൻ ആദ്യമേ കാണിച്ച സ്ക്രാച്ച് മില്ലിലൂടെ ഉള്ളൊരു ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഡൗൺ പേയ്മെൻറ്റ് ഒരു 10,000 രൂപ മതിയാവും. ഈ ഓണ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ഇറക്കിക്കൊണ്ട് പോകാം. EMI വരുന്ന 5 വർഷത്തേക്ക് ഒരു 11,500, 7 വർഷത്തേക്ക് 8,900 ഒക്കെ റേഞ്ചിലായിരിക്കും EMI വരും. EMI ഏകദേശമാണ്, അങ്ങോട്ട് ചെന്ന് വേരിയേഷൻസ് ഒക്കെ വരും. ഇനി നമുക്ക് അടുത്ത വാഹനം നമുക്ക് വരുന്നത് എസ്പ്രസോയാണ്. അപ്പോൾ എസ്പ്രസോയിലേക്ക് വരാം. എസ്പ്രസോയിലേക്ക് വരുന്ന സമയത്ത് എസ്പ്രസോ ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഇതിൻ്റെ ഓഫറിലേക്ക് കാര്യങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് VXI ആണെങ്കിൽ 6,21 വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. VXI പ്ലസിന് 6,55 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇനി ഓട്ടോമാറ്റിക് VXI ആണെങ്കിൽ 6,74. അതുപോലെ തന്നെ VXI പ്ലസ് ഓട്ടോമാറ്റിക് ആണെങ്കിൽ 7,80,000 രൂപയും വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഓഫറിലേക്ക് കിടക്കാം. ക്യാഷ് ഓഫറായിട്ട് വരുന്നത് മാനുവലിന് 40ഉം ഓട്ടോമാറ്റിക്കിന് 45ഉമാണ് ഈ ഒരു വാഹനത്തിന് ഓഫർ വരുന്നത്. എക്സ്ചേഞ്ച് 20,000 തന്നെ മാനുവലും ഓട്ടോമാറ്റിക്കും, കോപ്പറേറ്റ് 3,000 തന്നെ. അതായത് മാനുവലിന് 40,000 രൂപ ഇട്ടപ്പോൾ ഓട്ടോമാറ്റിക്കിന് അവർ 45,000 രൂപ ക്യാഷ് ഓഫറായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കൊരു ഡൗൺ പേയ്മെൻറ്റ് ഒരു 10,000 ഒക്കെ ഉണ്ട് ഈ വണ്ടി ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും. EMI വരുന്നത് 5 വർഷത്തേക്ക് 12,900, 7 വർഷത്തേക്ക് 9,900 റേഞ്ചിലായിരിക്കും നമുക്ക് EMI വരുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത വാഹനം നമുക്ക് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ സെലേരിയോ ആണ്. സെലേരിയോ നമുക്ക് ഈ ഒരു വണ്ടി കാണിക്കാം, റെഡ് വാഹനം കാണിക്കാം. നല്ല രസമുണ്ട് കാണിക്കാനായിട്ട്. നമുക്ക് ഈ ഒരു സൈഡിലേക്ക് നിൽക്കാം. അപ്പോൾ സെലേരിയോയിലേക്ക് വരുന്ന സമയത്ത് റെഡ് വാഹനമാണ് കിടക്കുന്നത്. അതിൻ്റെ ഓഫറിലേക്ക് വരാം. VXI ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 6,93 ഈ ഒരു വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. 6,93. ZXI 7,26, ZXI പ്ലസ് 7,82 നമ്മുടെ ഈ ഒരു വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിലോ VXIക്ക് 7,47, ZXIക്ക് 7,79, ZXI പ്ലസ് 8,35 ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഓഫറിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മാനുവലിന് 40ഉം ഓട്ടോമാറ്റിക്കിന് 45ഉമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ക്യാഷ് ഓഫറായിട്ട് ഇട്ടിട്ടുള്ളത്. എക്സ്ചേഞ്ച് 20ഉം കോപ്പറേറ്റ് ഓഫർ 3,000 തന്നെയാണ് വരുന്നത്. ഒരു 20,000 ഒക്കെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും. 5 വർഷത്തേക്കാണെങ്കിൽ 14,200ഉം 7 വർഷത്തേക്കാണെങ്കിൽ 11,000 റേഞ്ചിലും ഈ ഒരു വാഹനത്തിന് EMI വരും. അതുപോലെ തന്നെ ഈ ഒരു വാഹനം വാങ്ങുന്ന കസ്റ്റമേഴ്സിന് സ്ക്രാച്ച് ആൻഡ് വിൻ ഒരു ഗിഫ്റ്റ് കൺഫേം ആയിരിക്കും. പിന്നെ ആ ഒരു ഫ്യൂൽ കൂപ്പൺ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് വരാം. അടുത്ത വാഹനം നമുക്ക് വരുന്നത് വാഗണോറാണ്. അപ്പോൾ വാഗണോറാണ് ഇവിടെ തന്നെ കിടപ്പുണ്ട്. വാഗണോർ നമുക്ക് കാണിക്കാനായിട്ട്. അപ്പോൾ വാഗണോറിലേക്ക് വരുന്ന സമയത്ത് LXI ആണെങ്കിൽ 6,55,000 രൂപ ഇതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. VXIയിലേക്ക് നമ്മൾ ബുക്ക് കഴിഞ്ഞാലോ ഏകദേശം 7,12 ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്. ZXI 7,50ഉം ZXI പ്ലസ് 8,06,000 രൂപയും വാഗണോറിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിലോ 7,65 VXIയും 8,4 ZXIയും 8,60,000 ZXI പ്ലസിനും ഓൺ റോഡ് പ്രൈസ് വരുന്നു. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് 40,000 രൂപയാണ് ഇതിന് ക്യാഷ് ഓഫറായിട്ട് ഇട്ടിട്ടുള്ളത്. എക്സ്ചേഞ്ച് 20ഉം കോപ്പറേറ്റ് 3ഉം. ഒരു 25,000 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും. EMI വരുന്നത് 5 വർഷത്തേക്ക് 13,200ഉം 7 വർഷത്തേക്ക് 10,300ഉമാണ് ഈ ഒരു വാഹനത്തിന് EMI വരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്ത വാഹനം നമുക്ക് വരുന്നത് സ്വിഫ്റ്റ് ആണ്. അപ്പോൾ സ്വിഫ്റ്റിൻ്റെ ഒരു വാഹനം കൊണ്ട് അവിടെ കിടപ്പുണ്ട്, നമുക്ക് അത് കാണിക്കാം. വൈറ്റ് വാഹനമാണ്. അപ്പോൾ ആ കിടക്കുന്നത് ZXI വേരിയൻ്റ് ആണ് കിടക്കുന്നത്. അപ്പോൾ ZXI ആയതുകൊണ്ട് തന്നെ ഫോഗ് ലാമ്പ് നമുക്ക് വരുന്നില്ല. പ്രൊട്ടക്റ്റഡ് ലാമ്പ് DRലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അലോയും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ LXI വേരിയൻറ്റിന്
7,72,000 ഓൺ റോഡ് പ്രൈസ്. VXIക്ക് 8,67 വരുന്നുണ്ട്. VXI ഓപ്ഷണൽ എന്ന വേരിയന്റിന് 8,99, ZXIക്ക് 9,84, ZXI പ്ലസിന് 10,66 നമ്മുടെ ഈ ഒരു വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇനി VXI ഓട്ടോമാറ്റിക്കിന് 9,26, VXI ഓപ്ഷൻ ഓട്ടോമാറ്റിക്കിന് 9,57, ZXI ഓട്ടോമാറ്റിക് 10,35, ZXI പ്ലസ് 11,24 ഓൺ റോഡ് പ്രൈസ് വരുന്നു. ക്യാഷ് ഓഫറായിട്ട് 20,000 ഇട്ടേക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഈ ഒരു അർത്ഥ സമയത്ത് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. എന്നിട്ട് പോലും 20,000 രൂപ ഓഫർ അവർ ഇട്ടിട്ടുണ്ട്. എക്സ്ചേഞ്ച് 15 കിടക്കുന്നത്. ഡൗൺ പേയ്മെൻറ്റ് 40 രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. 5 വർഷത്തേക്ക് 16,000, 7 വർഷത്തേക്ക് 12,400 EMI വരുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല ഈ ഒരു വാഹനത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് വരുന്നത് ഡിസയറാണ്. അപ്പോൾ സ്വിഫ്റ്റിൻ്റെ അടുത്ത് തന്നെ നമുക്ക് സംസാരിക്കാം. വേണേൽ കാണിക്കാം, വണ്ടിയുടെ കിടപ്പുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിക്കാം നമുക്ക്. അപ്പോൾ ഈ കിടക്കുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ് ഡിസയറിൻ്റെ. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് VXI ആണെങ്കിൽ 8,92 ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ZXIക്ക് 9,72 ഓൺ റോഡ് വരുന്നത്. ZXI പ്ലസ് 10,55 നമ്മുടെ ഈ ഒരു വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഓട്ടോമാറ്റിക്കിൽ പോയാൽ 9,45 മുതലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് 11,85 വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസം 15,000 രൂപയാണ് ഇതിന് ക്യാഷ് ഓഫറായിട്ട് ഇട്ടിട്ടുള്ളത്. എക്സ്ചേഞ്ച് 15ഉം കോപ്പറേറ്റ് 3 ഇതിൻ്റെ ഓഫറായിട്ട് വരുന്നത്. നമുക്കൊരു 10-60 രൂപയ്ക്കാണെങ്കിൽ ഒരു വാഹനം നമുക്ക് ബേസ് മോഡലിലേക്ക് ഇറക്കിക്കൊണ്ട് പോകാൻ പറ്റും. 5 വർഷമൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 18,500 റേഞ്ചിലും, 7 വർഷമാണെങ്കിൽ ഏകദേശം ഒരു 14,300 റേഞ്ചിലുമായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ EMI വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അവശേഷിക്കുന്നത് ഒരു വാഹനം മാത്രമേ ഉള്ളൂ. നമുക്ക് എർട്ടിഗയെക്കുറിച്ച് പറഞ്ഞില്ല, പറയാം. നമുക്ക് ഇനിയിപ്പോൾ ഉള്ളത് ഈക്കോയാണ്. അപ്പോൾ ഈക്കോ നമ്മൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉള്ളൊരു വാഹനം തന്നെയാണ് ഈക്കോ. അപ്പോൾ ഈക്കോയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 2 ഓപ്ഷൻസേ ഉള്ളൂ. 5 സീറ്റർ AC-യും അതുപോലെ 7 സീറ്റർ വാഹനവും മാത്രമാണ് നമുക്ക് ഈക്കോയ്ക്ക് വരുന്നത്. ഇപ്പോൾ ക്യാഷ് ഓഫറായിട്ട് 25,000 ഉണ്ട്, എക്സ്ചേഞ്ച് 15,000 കിടപ്പുണ്ട്, കോപ്പറേറ്റ് 3,000 ഉണ്ട്. അപ്പോൾ പ്രൈസ് വരുന്നത് 5 സീറ്റർ AC-ക്ക് 6,79, 7 സീറ്റർ 6,72 നമുക്കിതിന് പ്രൈസ് റേഞ്ച് വരുന്നത്. വേറെ ഒന്നുമില്ല അവിടെ പറയാനായിട്ട്. ഡൗൺ പേയ്മെൻറ്റ് 60ഉം, EMI വരുന്നത് 5 വർഷത്തേക്ക് 13,300, 7 വർഷത്തേക്ക് 10,400 EMI വരുന്നത്. ഇനിയിപ്പോൾ ഉള്ള വാഹനം ഒറ്റ വാഹനം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് എർട്ടിഗയാണ്. അപ്പോൾ എർട്ടിഗയിലേക്ക് വരുന്ന സമയത്ത് നോർമലി അങ്ങനെ ഓഫറും കാര്യങ്ങളൊന്നും നൽകാറില്ല. അപ്പം ഇപ്രാവശ്യവും നമുക്കതിന് ഓഫറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിലെ പ്രൈസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. VXI ആണ് എന്നുണ്ടെങ്കിൽ 11,66 ഓൺ റോഡ് വരുന്നുണ്ട്. ZXIക്ക് 13,27 ഓൺ റോഡ് വരുന്നുണ്ട്. ZXI പ്ലസ് 14,11 ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് VXI ആണെങ്കിൽ 13,63, ZXI 14,94, ZXI പ്ലസ് 15,97 ഓൺ റോഡ് പ്രൈസ് വരുന്നു. അപ്പം വേറൊന്നുമില്ല പറയാനായിട്ട്. ഇവിടെ നല്ല നോയ്സൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഞാൻ സംസാരിച്ച് അപ്പോൾ ഞാൻ കുഴഞ്ഞു. അപ്പം വേറൊന്നുമില്ല പറയാനായിട്ട്. ഓണമാണ്. അപ്പം നല്ല രീതിയിൽ ഓഫറും കാര്യങ്ങളും കിടപ്പുണ്ട്. അപ്പം നിങ്ങൾ കയ്യോടെ ഈ ഒരു മേള തീരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഇവിടുന്ന് തന്നെ വാഹനം ബുക്ക് ചെയ്ത് സ്വന്തമാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ ഈ പറഞ്ഞ ഓഫറൊക്കെ കൂടാതെ ആകാശിനെ കൊണ്ട് എന്തൊക്കെ പറ്റും, ആകാശം പറ്റുന്ന കാര്യങ്ങളൊക്കെ ആകാശം നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. വെയിറ്റിംഗ് പീരീഡോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ആകാശം വാഹനം ചെയ്തു തരും. പിന്നെ പറയാനായിട്ട് ഫ്യൂൽ കൂപ്പണിൻ്റെ കാര്യം മറക്കണ്ട. അവൻ ആകാശിനെ വിളിച്ചാൽ മതി, അത് അവൻ ചെയ്തു തരുന്നതായിരിക്കും ഡെലിവറി സമയത്ത് തന്നെ. അപ്പോൾ വേറെ ഒന്നുമില്ല പറയാനായിട്ട്. പിന്നെ സ്ക്രാച്ച് ആൻഡ് പിന്നായിട്ട് ഒരു ഗിഫ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല പറയാൻ. ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം വരാം. അതുപോലെ എല്ലാ കൂട്ടുകാർക്കും ബൈ.